എൻ്റെ പൊന്നു വിലാസിനി, ഈ കണ്ണടയും വെച്ച് എനിക്ക് ആഡംബരം കാണിച്ച് നടക്കുന്ന ആളല്ലെന്ന് നീ എനിക്ക് അറിഞ്ഞൂടെ? അങ്ങനെ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന ആളുമല്ല ഞാൻ. എടി മനുഷ്യന് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഈ കാശൊക്കെ കൂടെ കൈ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ, ജീവിക്കുമ്പോൾ അന്തസ്സായിട്ടൊരു നല്ല കണ്ണടയും വെച്ച് അങ്ങോട്ട് നടക്കണം. പിന്നല്ലാതെ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ നടന്നു ഇവളുമാർക്കൊക്കെ എന്താണെന്നറിയണ്ടേ? കുശുമ്പ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ച് നടക്കുമ്പോൾ അവള് ആ എടി വിലാസിനി ഞാൻ വിളിച്ചോളാം കേട്ടോ. ആ വെച്ചു. അച്ഛമ്മേ, ഓ ഈ കണ്ണാടയുടെ വിശേഷം ഇതുവരെ കഴിഞ്ഞില്ല? ഇതേ 20,000 രൂപയുടെ കണ്ണട വെച്ച് അന്തസ്സായിട്ട് നടക്കുന്ന ഒരു അന്തസ്സുള്ള കാര്യം തന്നെയല്ലേ, അതും എന്റെ മുഖത്തിരിക്കുമ്പം. അച്ഛമ്മേ, പറഞ്ഞോണ്ട് നടക്കണതൊക്കെ കൊള്ളാം. പക്ഷെ 20,000 രൂപയുടെ കണ്ണാടയാന്ന് പറഞ്ഞ് ആരും കാണിച്ചു കൊടുക്കണ്ട. 20,000 രൂപയുടെ കണ്ണടയാണെന്ന് പറഞ്ഞ ആരും കാണിക്കണ്ടെന്ന് നീ അങ്ങനെയാ പറയുന്നത്? അതെന്താ 20,000 രൂപയുടെ കണ്ണട അല്ലേടി? അല്ല, 20,000 രൂപയുടെ കണ്ണടയൊന്നല്ല. നിന്നോട് ആരാ പറഞ്ഞു? പിന്നെ എത്ര രൂപയുടെ കണ്ണടയാ? ഇതിനാകെ 2,300 രൂപയുള്ളൂ. കണ്ടറിഞ്ഞൂടെ? 2,300 ബോഡി പെണ്ണാന്നു. നീ ഇതങ്ങോട്ട് നോക്കിയേ, ഇതിന് നല്ല പെൻസിബിലിറ്റി ഉള്ള കണ്ണടയാ. കണ്ടോ, കാലൊന്നും അനങ്ങത്തില്ല. ഇതേ പെൻസിബിലിറ്റി ഉണ്ടെന്നാ ഇതിന്. ഇതാ മൊത്തം ഇരുന്നാലും നല്ല നോക്ക്. ഫ്ലെക്സിബിലിറ്റി? ആ, എന്ത് സിറ്റി ആണേലും. അച്ഛമ്മ, ഇത് ഫ്ലെക്സിബിലിറ്റി ഒന്നല്ല, ഇതേതോ മാട്ട കണ്ണാടയാ, കാലൊക്കെ ഇളകിയത്. കണ്ടാ? എടി, ഈ മാട്ട കണ്ണടയൊക്കെ നല്ല കണ്ണടയും നോക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നീ ഒന്ന് ബോഡി പെണ്ണേ. അച്ഛമ്മ, അച്ഛൻ അമ്മോട് പറയണത് ഞാൻ കേട്ടതാണ്. 2,000 രൂപയുടെ കണ്ണടയാണ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തത്. അമ്മയ്ക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഒരു 0 കൂടെ ചേർത്ത് വേറൊരു ബില്ലാണ് അമ്മയുടെ ഏൽപ്പിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെ പറഞ്ഞു എന്ന് മാത്രല്ല, ഇതിന്റെ ഒറിജിനൽ ബില്ല് അച്ഛന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ബില്ലോ? ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ കണ്ണടയ്ക്ക് ഞാൻ അവന് 20,000 രൂപയും കൊടുത്തു, പോരാത്തവനൊരു വണ്ടിക്കാശ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കൂടെ പൈസ ഞാൻ കൊടുത്തു. എന്നിട്ട് അവൻ എനിക്ക് ടീ പണി ചെയ്തല്ലേ? അവനിട്ട് ഞാനിന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ അച്ഛമ്മ, അതെ, ഞാനാണിത് പറഞ്ഞത്, ആരോടും പോയി പറയരുത്. നീയാ പറഞ്ഞതെന്ന് ഞാൻ ആരോടും പറയില്ല. പോരെ, ഇന്ന് അവനിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാടി. ആഹാ, അച്ഛൻ എന്നെന്താ വിളിച്ച്? കള്ളീന്നല്ലേ? ആരാ കള്ളൻ കള്ളീന്ന് ഇപ്പൊ മനസ്സിലാവും. രണ്ടായിരം രൂപ. അപ്പൊ 20,000 രൂപ നീ എന്നോട് പറഞ്ഞെങ്ങനെ? എന്റെ കണക്ക് ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ. 2,000 രൂപ GST, 18,000 രൂപ കണ്ണാടിയുടെ വില, മൊത്തം 20,000 രൂപ. ആ ബില്ലും കാണിച്ചേ. ഏത് ബില്ല്? നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ബില്ല്. പോക്കറ്റ് ബില്ലും കൊണ്ടൊക്കെ ഞാനൊരു ബിൽ കളക്ടറാ. രൂപ. അപ്പൊ തള്ളെ കൂടെ പറ്റിക്കാൻ തുടങ്ങിയല്ലേടാ? തള്ളയല്ലാതെ പിന്നെ ആരെ പറ്റിക്കാനാ? എന്റെ വാങ്ങി 20,000 രൂപ മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു തരണം. അപ്പൊ പിന്നെ ഇത് മേടിച്ച 2,000 രൂപയോ? അതൊന്നും എനിക്കറിയണ്ട. എന്റെ പൈസ എനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റുള്ളൂ. അമ്മേ, കണ്ണാടി മേടിച്ചു പോയില്ലേ, ഞാൻ എന്ത് ചെയ്യൂനി? ഇത് നിന്റെ അമ്മായിയമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക. വെച്ചോ. അമ്മായിയമ്മയ്ക്ക് കണ്ണിന് കുഴപ്പമില്ല, കണ്ണാടി വേണ്ട. നീ എന്താന്ന് വെച്ചാൽ ഈ കണ്ണടയും കൊണ്ട് ചെയ്യും. എന്റെ പൈസ മര്യാദക്ക് എനിക്ക് കിട്ടണം. ആ 20,000 രൂപ എനിക്ക് കിട്ടണം. ഞാൻ വിട്ടൊന്നും തരില്ല മോനെ. പെരിങ്കള പൈസ കളൻ. അമ്മേ, ആ അമ്മ എന്നാ വിളിക്കണ്ട. നീ പൈസ എനിക്ക് കിട്ടിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് കിട്ടണം. എന്നോട് പറഞ്ഞ കാര്യം എങ്ങനെയാ അമ്മ അറിഞ്ഞത്? നീ അമ്മയോടൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ? ഞാൻ എങ്ങനെ ചെയ്യോ? പറയൂല എന്ന് പറഞ്ഞാൽ പറയൂല. മനുഷ്യ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവന്റെ ഉറപ്പാണോ നീ പറഞ്ഞില്ലെന്ന്? ഞാൻ പറയില്ല. സത്യം? സത്യമായിട്ടു. പിള്ളേരാണ് സത്യം? പിള്ളേരാണ് സത്യം, നിങ്ങളാണ് സത്യം. ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാടി, ആരാ ഇത് അമ്മയുടെ എത്തിച്ചു കൊടുത്തെന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം.
അവല് വേണ എന്നാൽ ഇത് ആരായിരിക്കും പറഞ്ഞേ?